ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാട്ടോ. അപ്പം സ്റ്റെം സ്റ്റിച്ച് ഇതിന് മുൻപ് ബേസിക് സ്റ്റിച്ചിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതും അതിൻ്റെ കൂടെ അതിൻ്റെ വേരിയേഷൻസും സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റിച്ചുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റെം സ്റ്റിച്ച് ബേസായിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ സ്റ്റിച്ച് തന്നെ നമുക്ക് ബേസിക് സ്റ്റിച്ചായിട്ടുള്ള സ്റ്റെം സ്റ്റിച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റിച്ച് എടുക്കുക, പിന്നെ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷന് നെക്സ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. കുറച്ച് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓരോ സ്റ്റിച്ചും അതിന് സെൻറ്റർ പോർഷനിൽ അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലും സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ബേസായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലും നമ്മളിത് എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ്, ഡയറക്ഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ കേട്ടോ. സ്റ്റിച്ചൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് കുത്തിയെടുക്കുക ചെയ്യുന്നത്. സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക. അടുത്ത സ്റ്റിച്ച് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ മുകളിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റിച്ച് താഴെയാണ് ചെയ്യുന്നത്. ഓരോ തവണയും ചെയ്യുന്നത് ഒരു സ്റ്റിച്ച് മുകളിൽ ഒരു സ്റ്റിച്ച് താഴെ എന്നുള്ള രീതിയിലാട്ടോ ചെയ്യുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ത്രെഡ് പിടിക്കുന്നത് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഫസ്റ്റ് ഒന്ന് മുകളിൽ, പിന്നെ താഴെ, പിന്നെ മുകളിൽ, പിന്നെ താഴെ. അങ്ങനെയാണ് ഈ കേബിൾ സ്റ്റെം സ്റ്റിച്ച് വരുന്നത്. ഓരോ സ്റ്റിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ത്രെഡ് പിടിക്കുന്ന രീതിയിലാണ് ആ സ്റ്റിച്ചിൻ്റെ മാറ്റം വരുന്നത്. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചൊന്ന് കണ്ടാൽ മതി കേട്ടോ. 1-2 തവണ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ആദ്യമായിട്ടാണ് ചെയ്യുന്നവർക്കെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിലൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക.
നോർമലി ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊന്ന് നന്നായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമ്മൾ ത്രെഡ് വെക്കുന്ന രീതിയിലാട്ടോ സ്റ്റിച്ച് വരാം. ജസ്റ്റ് പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. ത്രെഡ് താഴെ പിടിക്കുന്ന സമയത്ത് താഴേക്ക് മുകളിലേക്ക് വെക്കുന്ന സമയത്ത് മുകളിലായിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 1-2 തവണ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ മനസ്സിലാവാത്ത രീതിയിലുള്ള സ്റ്റിച്ചല്ല, എങ്ങനെയാണ് അത് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുന്നത്, ത്രെഡ് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോ തവണ ചെയ്യുന്നത് മുകളിലാണെങ്കിൽ മുകളിൽ, താഴെ ആണെങ്കിൽ താഴെ, ആ ഒരു രീതിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് നമുക്ക് നോക്കാം. ഇതും അതുപോലെ തന്നെയാണ്. നോർമലി നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള സ്റ്റെം സ്റ്റിച്ചാണ്. പക്ഷെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്യാം. ഇതാകുമ്പോൾ നമ്മൾ അത്ര ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ചെയ്താൽ മതി. അതായത് ഇത്രയും ഒരു ഗ്യാപ്പെങ്കിലും വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് ചെയ്യാം. മറ്റേ നോർമലി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് വലിച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വരണം, ഒരു ഷേപ്പിലുള്ളൊരു ഗ്യാപ്പ് വരുന്ന ലെവലിൽ നമ്മൾ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നോർമൽ സ്റ്റെം ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഇടണം, അത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റെം സ്റ്റിച്ചിൻ്റെ വേരിയേഷനിൽ വരുന്നത്. 1-2 തവണ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിലിപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ നോർമൽ സ്റ്റെം സ്റ്റിച്ചാണ്, പിന്നെ യൂസ് ചെയ്യുന്നത് കേബിൾ സ്റ്റിച്ചുമാണ് കൂടുതലായിട്ട് നമ്മൾ എംബ്രോയ്ഡറിയിലൊക്കെ യൂസ് ചെയ്യാം.
ഈ സ്റ്റിച്ച് ഇതാ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതുപോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ, ഗ്യാപ്പ് കാണാൻ പറ്റും. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 4 സ്റ്റിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ സ്റ്റിച്ചുകളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.